കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. ഇന്നത്തെ അലങ്കാരം കണ്ട അത്ര കണ്ട് സന്തോഷവും. നല്ല ഭംഗിയുണ്ട് കാണാൻ. പൊന്നുണ്ണിക്കണ്ണന്റെ ഉച്ചപൂജയും കളവാലങ്കാരും എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. ഇന്നത്തെ കളവാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. താമരപ്പൂവിൽ നിൽക്കണ ഉണ്ണിക്കണ്ണനാണ്. താമരപ്പൂ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. കളഭ കൊണ്ട് നല്ല ഭംഗിയായിട്ട് താമരപ്പൂ ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലുള്ളതാ ഉണ്ണിക്കണ്ണൻ രണ്ട് തൃപ്പാദം ഇങ്ങനെ വെച്ച് നിൽക്കണ തൃപ്പാദം തൊട്ട് കാണാം നമുക്ക്. ആ താമരയിൽ ഇറക്കി വെച്ചിട്ട് നല്ല നല്ല രസമായിട്ട് ആ രണ്ട് തൃപ്പാദത്തമ്മിൽ അത് ആ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കണം. ഒരു മിടുക്കൻ, എന്തൊരു കൗതുകം അറിയോ കാണാൻ. കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മുല്ലമുട്ടുമാല, കഴുത്തിനോട് ചേർന്നൊരു വളയം പോലത്തെ മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. വലത്തെ കയ്യിലൊരു വെണ്ണുരുള, ഇടത്തെ കയ്യിലൊരു ഓടക്കുഴൽ, അങ്ങനെയാണ്. നല്ല അതൊക്കെ കാണാൻ നല്ല കൗതുക. വെണ്ണുരുള വെണ്ണയിൽ നിന്ന് ഇങ്ങനെ കുറേശ്ശെ വെണ്ണം താഴത്തേക്ക് വീണ്ടും തോന്നും കണ്ടല്ലോ. അങ്ങനെ രസമായിട്ട് ഓടക്കുഴലും കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഒരു മിടുക്കൻ, നല്ല ഒതുങ്ങി നിൽക്കുന്ന ഒരാളെ പോലെ തോന്നും കണ്ട. അത്ര രസമായിട്ട് അടി തൊട്ട് മുടി ഒരേ അനുപാതത്തിലാണ് ആ തിരുമുഖം തൊട്ട് താഴത്തേക്ക് ഒരേ ഇതിൽ നല്ല രസമായിട്ട്. രണ്ട് ചെവിയിലും ഗോപീതിലകം, നെറ്റീമിലൊരു ഗോപീതിലകം, എല്ലാം തിളങ്ങുന്നുണ്ട്. എന്തൊരു മന്ദസ്മിതായിട്ട് അറിയോ നമ്മുടെ ഉണ്ണിക്കണ്ണൻ നിൽക്കണത്. അതന്നെ ഒരു ഭംഗി. നല്ല കൗതുകത്തിൽ പീലി ചാർത്തിയിട്ടുണ്ട്. 3 പീലി കളഭം കൊണ്ട് നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയായുള്ളൊരു മിടുമിടുക്കനായിട്ടൊരു ഉണ്ണിയ ശ്രീലകത്ത് നിൽക്കണത്. നല്ല രസമാണ്. തിരുമുടി മാലകൾ 2 ചാർത്തിയിരിക്കണത്. വെളുത്ത പൂവും തെച്ചിപ്പൂവും തുളസിപ്പൂവായിട്ട് ഒന്ന്, മറ്റത് തെച്ചിപ്പൂവും തുളസിപ്പൂവും മാത്രമായിട്ട് ഒന്ന്, അങ്ങനെ 2 തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട്. ഇതുപോലെ കഴുത്തിൽ നല്ല ഭംഗിയുള്ള 2 ഉണ്ടമാലകളാണ്. ഒന്ന് ചുമന്ന താമരയോണ്ടുള്ളൊരു ഉണ്ടമാല, മറ്റേതെങ്ങനെ വെച്ചാൽ വെളുത്ത അന്ത്യാർവട്ടപ്പൂ മാത്രമായിട്ടൊരു ഉണ്ടമാല. അങ്ങനെ 2 ഉണ്ടമാലകളാണ് ചാർത്തിയിരിക്കുന്നത്. നല്ല ഭംഗിയുടെ ഉണ്ടമാലകളൊക്കെ കാണാം കേട്ടോ. പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ തന്നെ നല്ല കൗതുകമുണ്ട്. അതുപോലെ ഉണ്ടമാലകളും നല്ല ഭംഗിയുണ്ട്. ഈ തിരുമുടിമാലകൾ നമ്മൾ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. താമരയും തുളസിയായിട്ട് 2 തെച്ചി തുളസിയായിട്ട് ഒരു 3 കണ്ണനെ പ്രിയപ്പെട്ട തുളസിപ്പൂ മാത്രമായിട്ട് 2 പിന്നെ 5-6 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. 7 ഉണ്ടമാലകൾ. ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയും നടുവിൽ നല്ല നടുവിൽ ഇങ്ങനെ നല്ല നിവർന്ന് നല്ല രസമായിട്ട് ആ താമരപ്പൂവിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇളകാണ്ട് നിൽക്കണ പോലെയൊക്കെ തോന്നും കണ്ടത്. അത്ര രസമായിട്ട്. ഇടത്തെ കയ്യിൽ വെണ്ണുരുളയും ഇടത്തെ കയ്യിൽ ഓടക്കുഴലും പിടിച്ച് പുഞ്ചിരി തൂക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു ഉണ്ണിക്കണ്ണൻ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. കൊട്ടത്തളത്തിൽ കുളിയും കഴിഞ്ഞു കുട്ടിത്തളക്കോപ്പ് കിലുക്കി മെല്ലെ വെട്ടിത്തുളുമ്പം കൃപയോടുകൂടി തത്തിക്കളിച്ചങ്ങനെ വന്നു കൃഷ്ണൻ. കണ്ണന്റെ ചുണ്ടാകിയ കാമധേനു ഊറ്റിച്ചുരത്തും മൃദുഹാസദുഗ്ധം ശ്രീവേണുവാം കുട്ടി കുടിച്ച ശിഷ്ടം ഗോപീ കടാക്ഷങ്ങൾ കറന്നെടുത്തു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നുണ്ണിക്കണ്ണൻ താമരപ്പൂവിൽ നിന്നും കൊണ്ട് വലത്തെ കയ്യിലൊരു വെണ്ണൂറിലും ഇടത്തെ കയ്യിലൊരു ഓടക്കോളിലും പിടിച്ച് മിടുക്കനായിട്ടൊരു ഉണ്ണി. നല്ല കൗതുകമുണ്ട് കാണാൻ. കണ്ടാൽ നല്ല സന്തോഷത്തിലാണ് ഞാൻ. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃപ്പാദത്തിലങ്ങോട്ട് വീണ് നമസ്കരിക്കുക. ആ പുഞ്ചിരി തൂക്കണ തിരുമുഖം നോക്കുക. ആ സച്ചിദാനന്ദ ഘട്ടങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കണത്. എന്താ ഭംഗി അറിയിച്ചിരിക്കും. മുഖം കാണാൻ നല്ല കൗതുക. അങ്ങനെ പുഞ്ചിരി തൂക്കി നിൽക്കണം. ആ ഉണ്ണിക്കണ്ണൻ്റെ തിരുമുഖം നോക്കി നമുക്ക് ഉറക്ക നാമം ജപിക്കാം. നല്ല രസമായിട്ട് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കണം ഉണ്ണിക്കണ്ണൻ. ജപിക്കല്ലേ നാമം. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.